Hello everyone. This is our first class for professional communication, and our first module is divided into two sections: language in communication and technology based communication. We're going to begin with use of language in communication. This is our first section in the first part, language in communication. Okay, first of all, is language and communication the same thing? Is there any difference between language and communication? That is what we're going to look at first. So, what is language and what is communication? കമ്മ്യൂണിക്കേഷൻ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഏതൊരു ഇൻഫർമേഷനും നമ്മൾ വേറൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്, ഓക്കെ, ഞാൻ വേറൊരാളിനെ വാക്കുകളില്ലാതെ ഞാൻ ഒരു ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പം ദൂരെ നിൽക്കുന്ന ഒരാള് എന്തോ ഒരു കാര്യം ചെയ്ത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അപ്പൊ ഞാനൊരു തംസ് അപ്പ് കാണിക്കുന്നു. ഇത് ലാംഗ്വേജ് ഇസ് എന്ന് വെച്ചാൽ വാക്കുകൾ ഉപയോഗിക്കാതെ ഞാനൊരു സിമ്പിൾ ഉപയോഗിച്ച് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ വളരെ മൂകമായിട്ട്, മുഖം വളരെ സാഡായിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അത് സിമ്പിളും ഇല്ല, ഒന്നുമില്ല. എന്താ, നമ്മുടെ ബോഡിയുടെ ലാംഗ്വേജ് വെച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അതെല്ലാം കമ്മ്യൂണിക്കേഷൻ. എന്നാൽ ലാംഗ്വേജ് ഉപയോഗിച്ച്, ദാറ്റ് ഇസ് വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ലാംഗ്വേജ് എന്ന് പറയും. ലാംഗ്വേജ് ഇസ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഓൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, എല്ലാ ജീവനുള്ള സാധനങ്ങളും, വ്യക്തികൾ മാത്രമല്ല, ഹ്യൂമൻ ബീങ്സ് മാത്രമല്ല, എല്ലാ ജീവനുള്ള സാധനങ്ങളും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർ. ഓക്കെ, പക്ഷെ ഭാഷ ഉപയോഗിക്കുന്നത് ഹ്യൂമൻ ബീങ്സ് മാത്രം ആണ്. ഓക്കെ, സോ എവറി ലിവിങ് തിങ് കമ്മ്യൂണിക്കേറ്റ്സ്. പൂച്ച മ്യാവ് എന്ന് വെക്കുന്നത് പലതരം മ്യാവ് ഉണ്ട്. പൂച്ച ഉള്ളവർക്കറിയാം, പലതര മ്യാവ് ഉണ്ട്, ഓരോന്നിന് ഓരോ അർത്ഥമാണ് ഉള്ളത്. ഓക്കെ, പശു, അതുപോലെ തന്നെ ബേർഡ്സ്, എല്ലാത്തിൻ്റെയും ശബ്ദങ്ങൾ കൊണ്ട് വ്യത്യസ്തമായ ശബ്ദങ്ങളാണ്, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എല്ലാം എന്തൊക്കെയാണെന്ന് പോലും മനുഷ്യരായ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ ജീവനുള്ള സാധനങ്ങളും ചെയ്യുന്നതാണ്. അത് പലപ്പോഴും വ്യത്യസ്തമായ ജീവികൾക്ക്, ദാറ്റ് ഇസ് മനുഷ്യന് പട്ടിയുടെ ഭാഷയോ പൂച്ചയുടെ ഭാഷയോ കുതിരയുടെ ഭാഷയോ ഒന്നും മനസ്സിലാവണമെന്ന് ഇല്ല. ഓക്കെ, പക്ഷെ അതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഡിഫറൻസ്. നമ്മൾ ഡെഫിനീഷൻ ആയിട്ട് പറയുമ്പോൾ എന്താണ് ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ആദ്യം നമുക്ക് കമ്മ്യൂണിക്കേഷൻ നോക്കാം. എനി എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, എന്തെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, എനി എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഇസ് കമ്മ്യൂണിക്കേഷൻ. അത് പക്ഷികളും മൃഗങ്ങളും ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വേറെ പലതരം ഇന്ററാക്ഷൻസ് ഉണ്ട്. എന്നുവെച്ചാൽ ഈ പട്ടിയുടെ കേസ് എടുക്കുവാണെങ്കിൽ വാലാട്ടുന്നത്, പൂച്ചയുടെ കേസ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേത്ത് വന്ന് വരയ്ക്കുന്നത്, അങ്ങനത്തെ പലതരം രീതിയിൽ ഇന്ററാക്ഷൻസ് വഴി, ഇന്ററാക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പെരുമാറ്റങ്ങൾ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഇൻഫർമേഷൻ കൺവേ ചെയ്യാനായിട്ട് പറ്റും. അതും കമ്മ്യൂണിക്കേഷൻ തന്നെ ആണ്. അപ്പൊ എനി എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, വാക്കുകൾ ഇല്ലാതെ സൗണ്ടുകളോ ആംഗ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ. ഇനി ലാംഗ്വേജ് എന്തുവാ? ഇറ്റ് ഇസ് മനുഷ്യൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ലാംഗ്വേജ്, ഭാഷ എന്ന് പറയുന്നത് ഇസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് ഇന്റലിജന്റ് ഇന്ററാക്ഷൻ. ബുദ്ധിയുള്ളവര് ഏറ്റവും വലിയ രീതിയിൽ ഇന്ററാക്ട് ചെയ്യുന്നതിന്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നതിനാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് വാക്കുകളിലൂടെ ആകാം, വാക്കുകൾ ഇല്ലാതെ ആകാം, നമ്മുടെ വർത്താനത്തിലൂടെ ആകാം, സ്പോക്കൺ ആകാം, അതല്ലെന്നുണ്ടെങ്കിൽ എഴുതുന്നതിലൂടെ ആകാം, റിട്ടൺ ആകാം. ഓക്കെ, ഹ്യൂമൻ ബീയിങ്സ് മാത്രമേ ഉള്ളൂ ഈ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാവുന്നത്. കമ്മ്യൂണിക്കേറ്റ്സ്
വേർബലി, സംസാരത്തിലൂടെ, ആൻഡ് ആ വേർബൽ കാര്യങ്ങൾ തന്നെ എഴുതി വെക്കാൻ, റിട്ടൺ ആയിട്ട് എഴുതി വെക്കാനായിട്ടും കൂടെ ഹ്യൂമൻ ബീയിങ്സ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. ഇനി ലെറ്റ്സ് ലുക്ക് അറ്റ് ലാംഗ്വേജ്. ഓക്കെ, ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാഷ എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു ആക്ടിവിറ്റി. ഓക്കെ, ഭാഷ എന്ന് പറയുമ്പോൾ സൗണ്ടുകൾ മാത്രമല്ല എന്ന് ഓർത്തോണം. ഭാഷ എന്ന് പറയുന്നത് ശബ്ദങ്ങളാകാം, സിംബലുകളാകാം, വാക്കുകളാകാം, സംസാരിക്കുന്ന വാക്കുകളാകാം, എഴുതി വെച്ചിരിക്കുന്ന വാക്കുകളാകാം, ആംഗ്യങ്ങളാകാം, നമ്മുടെ ശരീരത്തിന്റെ ഭാഷ, ദാറ്റ് ഇസ് ബോഡി ലാംഗ്വേജ്. ലൈഫ് സ്കിൽസ് പഠിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. ബോഡി ലാംഗ്വേജ്, പോസ്ചർ, ജെസ്ചർ, അങ്ങനത്തെ പല കാര്യങ്ങൾ മീനിങ് ഉള്ള രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യാനായിട്ട് പറ്റും. സോ ലാംഗ്വേജ് ഇസ് എ ഡിസ്റ്റിങ്ക്ട് ഹ്യൂമൻ ആക്ടിവിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഫീലിങ്സും നമ്മുടെ ചിന്തകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഉപകരണമാണ്, ടൂളാണ്. ഓക്കെ, ആൻഡ് എങ്ങനെയാ ഈ ടൂള് യൂഷ്വലി യൂസ് ചെയ്യുന്നത്? നമ്മുടെ വാക്കുകളിലൂടെ, ഓഡിറ്ററി, കേൾക്കുകയും പറയുകയും ചെയ്യുന്ന രീതിയിലാണ്, ഓഡിറ്ററി ചാനലുകളിലൂടെയാണ്. ഓഡിറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഓഡിറ്ററി എന്ന് പറയുന്നത്. ഓഡിറ്ററി ചാനലുകളിലൂടെയാണ് നോർമലി ലാംഗ്വേജ് എന്ന ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു പ്രത്യേകത ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ഡൈനാമിക്കലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരാൾ പഠിച്ചു കഴിഞ്ഞ് തീരുന്നതല്ല. നമുക്ക് പല വാക്കുകൾ മറ്റുള്ളവരുടെ ഇടപെടുന്നതിലൂടെ, വായിക്കുന്നതിലൂടെ, എഴുതുന്നതിലൂടെ, കൂടുതൽ പഠിക്കുന്നതിലൂടെ ഒക്കെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുകയും ചേഞ്ച് ചെയ്യുകയും ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. That is why it is written, language as a tool primarily occurs in auditory channels and is open to dynamic change. എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ട് ഇരിക്കും. എന്നാൽ ഇത് ഓഡിറ്ററി ആണ്, സ്പോക്കന്റെ കാര്യമാണ് ഈ പറയുന്നത്. പക്ഷേ ലാംഗ്വേജ് റിട്ടൺ ഫോമിൽ എഴുതുമ്പം എല്ലാത്തിനും ഒരു ഫിക്സ്ഡ് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അതിനെയാണ് നമ്മളിപ്പോൾ ഏത് ഭാഷ പഠിച്ചാലും അതിന്റെ ഗ്രാമർ പഠിക്കണം, അല്ലേ? ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കണം, മലയാളത്തിന് ഗ്രാമർ ഉണ്ട്, അതേപോലെ തന്നെ റൂൾസ്, കുറെ റൂൾസ് ഉണ്ട്. ഹിന്ദിക്ക് റൂൾസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഭാഷകൾക്കും ഒരു ഫിക്സ്ഡ് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ഈ ഫിക്സ്ഡ് സെറ്റ് ഓഫ് റൂൾസ് ബേസ് ആയതുകൊണ്ടാണ് എഴുതാനും വായിക്കാനും ആർക്ക് വേണേലും ലാംഗ്വേജ് പഠിക്കാം. ഓക്കെ, അന്നെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് എൻ്റെ ഒരു ലാംഗ്വേജ്, ഞാനിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു, എഴുതുന്നു, പക്ഷെ എൻ്റെ ഭാഷ ഇംഗ്ലീഷ് അല്ല. അപ്പൊ ഞാനത് പഠിച്ചത് എങ്ങനെയാ? നമ്മളെല്ലാവരും പഠിക്കുന്നത് എങ്ങനെയാ? നമ്മളെ ആ റൂൾസ് പഠിപ്പിച്ചു തരുന്നു, വൊക്കാബുലറി, വാക്കുകൾ പഠിപ്പിച്ചു തരുന്നു, എങ്ങനെയൊക്കെയാണ് വാക്കുകൾ ഏത് രീതിയിലൊക്കെ എഴുതിയാലാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അതിനനുസരിച്ച് ലോകത്തിലുള്ള ഇംഗ്ലീഷ് അറിയാവുന്ന ആരോട് വേണേലും എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഗ്ലോബൽ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ റിട്ടൺ ഫോം ഓഫ് ലാംഗ്വേജ് ആണ്. Okay, now let's look at communication. ലാംഗ്വേജ് ഒരു ടൂൾ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന, നമ്മൾ നമ്മുടെ ദിനം പ്രതി ഡെയിലി ഇന്ററാക്ഷൻസിലൂടെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ ഏത് രീതിയിലും രണ്ടു പേരോ രണ്ടിൽ കൂടുതൽ പേരോ തമ്മിൽ ഐഡിയാസോ ഇൻഫർമേഷനോ മെസ്സേജസോ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കാവുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ഓൾസോ ബി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വാക്കുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ സൈൻസ് ഉപയോഗിക്കാം. രണ്ടു കൂട്ടർക്കും മനസ്സിലാകുന്ന ഏത് രീതിയിൽ വേണേലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഇതിലെ ലാംഗ്വേജും വരും. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയോ എന്ന് അറിയാമെങ്കിൽ മാത്രമേ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ ടു വേ കമ്മ്യൂണിക്കേഷൻ, രണ്ട് പക്ഷം ഞാൻ പറയുന്നത് നിങ്ങൾക്കും മനസ്സിലാവണം, നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കും മനസ്സിലാവും, എന്നെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എഫക്റ്റീവ് ആയി എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും. സോ ദാറ്റ് ഇസ് കോൾഡ് ടു വേ കമ്മ്യൂണിക്കേഷൻ.
ഓക്കെ. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അത് രണ്ട് വശത്തുനിന്നും നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയിരിക്കണം. ഓക്കെ. സോ ഇറ്റ്സ് എ 2-way ആക്ടിവിറ്റി. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈഫ് സ്കിൽസിൽ മെൻഷൻ ചെയ്ത് പോയതാണ്. ഇനി വാട്ട് ആർ ദ മേജർ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഇവിടെ 7 കാര്യങ്ങളാണ് മേജർ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ട് പേര് തമ്മിലായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഒരു സെൻഡർ ഉണ്ടാവും, ഒരു റിസീവർ ഉണ്ടാവും. ഇനി ഈ സെൻഡർ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഓക്കെ, ആക്ഷൻ സിമ്പിൾസ് ഉണ്ടെങ്കിലും എന്തേലും ഒക്കെ ഈ ഇമോട്ടിക്കോൺസ്, നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഇമോട്ടിക്കോൺസും ഒക്കെ ഉണ്ടെങ്കിലും ആ മെസ്സേജ് ഏത് രീതിയിൽ എൻകോഡ് ചെയ്ത മെസ്സേജ് ആണെങ്കിലും അതിനെ ഡീകോഡ് ചെയ്യാനായിട്ട് ഈ റിസീവറിന് അറിയാമെങ്കിൽ മാത്രമാണ് മെസ്സേജ് കറക്റ്റ് ആയിട്ട് റിസീവറിന്റെ അടുക്കൽ എത്തത്തുള്ളൂ. സോ സെൻഡർ ഉണ്ട്, റിസീവർ ഉണ്ട്, ഒരു എൻകോഡിംഗ് ഉണ്ട്, ഒരു ഡീകോഡിങ്ങും ഉണ്ട്. ഇനി മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു ചാനലിലൂടെയാണ്. ഓക്കെ. ഞാൻ നേരിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ എയർ ആണ് എൻ്റെ ചാനൽ. ഓക്കെ. ഞാൻ ടെലിഫോണിൽ കൂടെയാണ് സംസാരിക്കുന്നതെങ്കിൽ എൻ്റെ കമ്മ്യൂണിക്കേഷൻ ചാനലാണ് എൻ്റെ ചാനൽ. അങ്ങനെ എന്തേലും ഒരു പാത്വേ കാണും, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്വേ കാണും. അതിനെയാണ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് മെസ്സേജ് എത്തിക്കഴിഞ്ഞിട്ട് ആ മെസ്സേജ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ കിട്ടിയെന്നുള്ളത് ഏതെങ്കിലും ഒരു റെസ്പോൺസ് വഴി റിസീവർ തിരിച്ച് സെൻഡറിലേക്ക് അയക്കുവാണെങ്കിൽ മാത്രമേ ഈ സെൻഡറിന് മനസ്സിലാവത്തുള്ളൂ റിസീവറിന് ആ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടിയോ എന്നുള്ളത്. അതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ. സോ ടെലിഫോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അങ്ങോട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ അതെനിക്ക് ഫീഡ്ബാക്ക്, എനിക്ക് മനസ്സിലാവും അയാൾക്ക് എന്തെങ്കിലും മനസ്സിലാകും. ഇപ്പൊ ഞാൻ ഈ രീതിയിൽ ഇപ്പൊ യൂട്യൂബ് വഴിയാണ് നിങ്ങൾക്ക്, ഇതാണ് എൻ്റെ ചാനൽ. ഓക്കെ. യൂട്യൂബ് വഴിയാണ് ഞാൻ നിങ്ങൾക്ക് ലെസൺ എടുക്കുന്നത്. നിങ്ങൾ എനിക്ക് യൂട്യൂബ് വഴി ഒരു കമന്റ് അയക്കുകയോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ടെസ്റ്റോ എന്തെങ്കിലും ഇട്ടിട്ട് അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ ചെയ്യോ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് എനിക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നത്. ഓക്കെ. സോ ഈ 7 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ. അതിൽ ഫീഡ്ബാക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഓക്കെ. ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടണം എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയൂ. ഓക്കെ. നൗ ഏതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ്? ഏത് രീതിയിലൊക്കെയാണോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത് അതൊക്കെയാണ് ചാനൽസ്. ഓക്കെ. സോ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഗ്രീൻ ആയിട്ട് കാണുന്നത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനലും താഴെ റെഡിലേക്ക് അടുക്കും തോറും ഏറ്റവും ലെസ് എഫക്റ്റീവ് ആയിട്ട്, ഓക്കെ, തെറ്റുകൾ മനസ്സിലാക്കാനായിട്ടുള്ള കൂടുതൽ ചാൻസസ് ഉള്ള ചാനൽസ് ആണ് ഏറ്റവും താഴെ റെഡിൽ കാണും. ഓക്കെ. നമുക്ക് റെഡിൽ നിന്ന് മുകളിലോട്ട് പോകാം. ഓക്കെ. അൺഅഡ്രസ്ഡ് ഡോക്യുമെന്റ്സ്. അൺഅഡ്രസ്ഡ് ഡോക്യുമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്ക് മെയിലുകൾ, പോസ്റ്ററുകൾ, അതൊക്കെ ആർക്കെങ്കിലും ഫീഡ്ബാക്കേ നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ. എല്ലാം കൂടെ അങ്ങോട്ട് അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് മെയിലൊക്കെ വരുന്ന പോലെ തന്നെ എല്ലാം കൂടെ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ്. മനസ്സിലായി കുറെ പേർക്ക് മനസ്സിലാവും, കുറെ പേർക്ക് മനസ്സിലാവത്തില്ല, നമുക്ക് പ്രത്യേകിച്ച് അറിയുന്നില്ല, നമ്മൾ അയച്ചു, അത്ര തന്നെ. അൺഅഡ്രസ്ഡ് ഡോക്യുമെന്റ്സ്. ഇനി അതിന്റെ മുകളിൽ ഇച്ചിരി കൂടെ എഫക്റ്റീവ് ആണ് റിട്ടൺ ലെറ്ററോ ഇമെയിലുകളോ അഡ്രസ്ഡ് ഡോക്യുമെന്റ്സ്. ആരിൽ നിന്നും വന്നു, എന്താണ് ആ പർട്ടിക്കുലർ സബ്ജക്റ്റ് എന്ന് നമുക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ. ഓക്കെ. സോ ലെറ്റേഴ്സ്, ഇമെയിൽസ് ഒക്കെയാണ് അടുത്തത് ഇച്ചിരി കൂടെ ബെറ്റർ എഫക്റ്റ്. ഇനി അതിന്റെ മുകളിലാണ് 2-വേ റേഡിയോ. ഒരു ടൈമിൽ ഒരാൾക്കേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. വോക്കി ടോക്കി, അങ്ങോട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് കേട്ടതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ട് വേണമെങ്കിൽ സംസാരിക്കാം. ഓക്കെ. അത് വേറൊരു ചാനലാണ്. ഇതെല്ലാം അത്ര എഫക്റ്റീവ് അല്ലെങ്കിലും ബെറ്റർ ദാൻ അൺഅഡ്രസ്ഡ് ഡോക്യുമെന്റ്. ഒരു വിധം ഒക്കെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. ടെലിഫോണ്, വീഡിയോ കോൺഫറൻസിങ്. ഓക്കെ. ഏറ്റവും എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനാണ്. നേരിട്ട് നമ്മൾ സംസാരിക്കും. ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മളുടെ എല്ലാ ആക്ഷൻസും കൂടി ചേരുന്നതാണ് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ. ഫീഡ്ബാക്ക് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് അതൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് തന്നെയാണെങ്കിലും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വഴി പഠിപ്പിച്ച് തന്നാലും
നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുന്ന അപ്പം തന്നെ ആ ഫീഡ്ബാക്കിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനും ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് പറ്റിയെങ്കിൽ മാത്രമാണ് സത്യത്തിൽ ടീച്ചിങ് എഫക്റ്റീവ് ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ഓൺലൈൻ ടീച്ചിങ് അത്ര എഫക്റ്റീവ് അല്ല, പോരാ എന്നുള്ളത് എല്ലാവർക്കും തോന്നുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതേ പറ്റൂ. So I hope you understood what are the different communication channels. Face-to-face, phone calls, emails, social media platforms, brochure, advertisement, television, signs, symbols, flyers, reports, and much more. ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി കമ്മ്യൂണിക്കേഷനെ ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? വെർബൽ കമ്മ്യൂണിക്കേഷൻ, സംസാരത്തിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആക്ഷൻസിലൂടെ, അതാ പറഞ്ഞത് ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, പാരാ ലാംഗ്വേജ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എഴുതി അയക്കാനായിട്ട് പറ്റുന്നതാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രാഫ്സ്, ചാർട്ട്സ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വിഷ്വലും വെർബലും കൂടെ ചേർത്താണ്, റിട്ടണും കൂടെ ചേർത്താണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കൺവേ ചെയ്യുന്നത്. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം ആയത് കാരണം പല ആൾക്കാർക്ക് മനസ്സിലാവുന്നത് പല രീതിയിലായിരിക്കും. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്, നമ്മുടെ ലേണിംഗ് സ്റ്റൈൽസ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ലൈഫ് സ്കിൽസിൽ. ഓക്കെ, സോ മോർ ദാൻ വൺ മീഡിയം യൂസ് ചെയ്ത് നമ്മൾ ഏത് മെസ്സേജ് കൺവേ ചെയ്യുമ്പോൾ ചാൻസസ് ആർ മോർ നമ്പർ ഓഫ് പീപ്പിൾ ക്യാൻ റിലേറ്റ്. അവർക്ക് കൂടുതൽ പേർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാലും ഫീഡ്ബാക്ക് ഇല്ലാതെ ഒരിക്കലും 100% എഫക്റ്റീവ് ആണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, നൗ what are the key differences between language and communication? അപ്പൊ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം ലാംഗ്വേജിനെ കുറിച്ചുള്ളതെല്ലാം ഞാൻ മഞ്ഞ കളറിലും വെള്ള നിറത്തിലാണ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡിഫറൻസുകളും എഴുതിയിരിക്കുന്നത്. 3 കാര്യങ്ങളാണ്. ഒന്ന്, language relies on verbal or non-verbal codes to transfer information. വാക്കുകളിലൂടെയാണ് അല്ലെങ്കിൽ ആക്ഷൻസ്, നമ്മുടെ ബോഡിയുടെ എക്സ്പ്രഷനിലൂടെയാണ്. സോ വെർബൽ ഓർ നോൺ വെർബൽ കോഡുകളുണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്ന കോഡുകളുണ്ട്. അതേ ബേസ് ചെയ്തിട്ടാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. എന്നാൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയല്ല. there are many different ways to interchange messages or information. ഓക്കെ, അത് ആ മെസ്സേജെ ബേസ് ചെയ്ത് ഏത് രീതിയിൽ വേണം എന്ന് എനിക്ക് തീരുമാനിക്കാം. ഓക്കെ, നൗ അടുത്തത്, ലാംഗ്വേജ് ഒരു ടൂളാണ്, എന്നാൽ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോസസ്. ഓക്കെ, ഇനി അടുത്തത് ലാംഗ്വേജ് എന്ന് വെച്ചാൽ വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പുതിയ വാക്കുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്സെന്റ് മാറാം, നമ്മൾ എവിടെയാണോ പോകുന്നത് അതിനനുസരിച്ച് എപ്പോഴും ചേഞ്ചസ് ഡൈനാമിക്കലി സംഭവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ കമ്മ്യൂണിക്കേഷൻ മോസ്റ്റ്ലി സ്റ്റാറ്റിക് ആണ്. ബേസിക് സ്റ്റെപ്സ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ ഇസ് റിമൈനിങ് അൺചേഞ്ച്ഡ്. എസ്പെഷ്യലി നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ കൾച്ചറലൊക്കെ ബേസ് ചെയ്ത് ആ ബേസിക് സ്റ്റെപ്സ് അധികം മാറാനുള്ള ചാൻസ് ഇല്ല. Okay, so these are the key differences between language and communication. Language depends on verbal or non-verbal codes. Communication, there are many different methods based on the message which needs to be conveyed. Focus is on the message. அடுத்தது, language is a tool, communication is a process. Third, language changes dynamically, communication is normally static. Okay, അങ്ങനെ 3 പോയിന്റുകളാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഉള്ളത്. ഇനി ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ ഡിഫറൻസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഇഫക്റ്റ്. ഓക്കെ, സോ വി നീഡ് ബോത്ത് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഒന്നെന്തിനാ? ടു ഇന്ററാക്ട് ആൻഡ് എൻഗേജ് വിത്ത് അതേഴ്സ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ലാംഗ്വേജും വേണം, കമ്മ്യൂണിക്കേഷനും വേണം. ഓക്കെ, അടുത്തത്, ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുമായിട്ട് നമുക്ക് ഒരു ബന്ധം ഉണ്ടാകാൻ, ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്റർ കണക്ടിവിറ്റി ഉണ്ടാകുവാനായിട്ട് ലാംഗ്വേജ് എസെൻഷ്യലാണ്. നമുക്കൊരു കോമൺ ലാംഗ്വേജ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, നോട്ട് ഇമ്പോസിബിൾ, ബുദ്ധിമുട്ടാണ്. ഓക്കെ, അടുത്തത്, ലാംഗ്വേജ് ഒരു കാര്യമാണ്, കമ്മ്യൂണിക്കേഷന്റെ ഒരു ടൂളാണ്. കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് ഒത്തിരിയും ടൂളുകളുണ്ട്. ആ ടൂൾ സെറ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്? ഒന്ന്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള കഴിവ്, എംപത്തി, ലൈഫ് സ്കിൽസിൽ ഇഷ്ടംപോലെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അടുത്തത്, അറിവ്, നോളജ്.
ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മുടെ സൗണ്ട്, ടോണ്, ഇൻറ്റൊണേഷൻസ്. ഓക്കെ, അങ്ങനെ ഒത്തിരി ടൂളുകളുണ്ട് കമ്മ്യൂണിക്കേഷൻ. അതിലെ ഒരു ടൂളാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി ഒരു റിലേഷൻഷിപ്പ് ത്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലാംഗ്വേജ് സെയിം ആണേലും അല്ലേലും ഈ കമ്മ്യൂണിക്കേഷൻ ടൂൾ സെറ്റിലെ വേറെ പല കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പിനെ ത്രൈവ് ചെയ്യിക്കാനായിട്ട് കഴിയും. ഓക്കെ, സെയിം ലാംഗ്വേജ് തന്നെ നമ്മൾ സ്പീക്ക് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് സെയിം ലാംഗ്വേജ് അറിയത്തില്ലെങ്കിലും നമുക്ക് ഒരു റിലേഷൻഷിപ്പിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ത്രൈവ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയും. So this is how language and communication works together. Okay, ഇത് വെച്ചിട്ട് I am stopping today's lesson. Very few things I have said. Tomorrow we will continue with the next topic, how language is being used in technical communication. Okay, one by one we will be looking as it is in our syllabus. Okay, I hope you have understood. Thank you very much for being with me. Don't forget to like and subscribe and things like that. And if you have any doubts, feel free to comment or communicate with me. Thank you very much. Have a great day.